ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എക്സാമിൻ്റെ ആൻസർ കീ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോഹങ്ങളുടെ രാജാവ് സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നതെവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, ന്യൂഡൽഹി. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്. ആൻസർ ഓപ്ഷൻ ബി, 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ബി, കൊൽക്കത്ത. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, രാമവർമ്മ ശക്തൻ തമ്പുരാൻ. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ആൻസർ ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഒഡീഷ. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായതാര്? ആൻസർ ഓപ്ഷൻ ഡി, ഇ പി രാജഗോപാൽ. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ജി വി രാജ അവാർഡ്. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം. ആൻസർ ഓപ്ഷൻ എ, ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം. ആൻസർ ഓപ്ഷൻ ഡി, അരാക്കാസ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വൂളാർ. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, അമാൻ സേതു. മോളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി, മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത? ആൻസർ ഓപ്ഷൻ സി, പീർ പാഞ്ചൽ പാത. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ്, ഹിമാലയം. ഇന്ത്യയിലെ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, ധാർവാർ ശിലകൾ. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത? ആൻസർ ഓപ്ഷൻ ഡി, ഷുർക്കി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? ആൻസർ ഓപ്ഷൻ ബി, ദിഗ്ബോയ്. ഡോക്ടർ കെ എൻ രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 1ഉം 2ഉം. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ? അല്ല. ഓക്കെ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, അരുണ അസഫ് അലി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി? ആൻസർ ഓപ്ഷൻ സി, റാഫി അഹമ്മദ് കിദ്വായ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമെന്ത്? ആൻസർ ഓപ്ഷൻ ഡി, 2ഉം 3ഉം. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കൽ, രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, 1ാം സ്വാതന്ത്ര്യ സമരം. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യപ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം. ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ സി, രാജഗോപാലാചാരി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്?
ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരെയായിരുന്നു. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ആൻസർ ഓപ്ഷൻ ബി 3 മൗലിക കർത്തവ്യങ്ങൾ. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ സി ആലുവ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 3ഉം 4ഉം. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം 4ഉം. തടവറകളിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുന്നു. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നു. നെക്സ്റ്റ്, ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം 4ഉം. ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ സംസ്കാര സമന്വയത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുള്ള മനോഭാവം വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത ആക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം? ആൻസർ ഓപ്ഷൻ സി 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ആൻസർ ഓപ്ഷൻ എ വി ഹരിനായർ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 3 സിറ്റിസൺ ഫോർ ഡെമോക്രസി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. 5 വണ്ണം എന്നാൽ എന്ത്? 5 വണ്ണം എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ സി വാണിജ്യ സംഘം. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിൽ ഏത് സ്ഥലമാണ്? ആൻസർ ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം? ആൻസർ ഓപ്ഷൻ സി പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസ്റ്റ് കേന്ദ്രം? ആൻസർ ഓപ്ഷൻ ബി തെന്മല. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിലേതാണ്? ആൻസർ ഓപ്ഷൻ ബി എറണാകുളം. അസമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? ആൻസർ ഓപ്ഷൻ ബി സർവീസസ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് പള്ളിവാസൽ. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെ? ആൻസർ ഓപ്ഷൻ ഡി JC ഡാനിയേൽ. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം? ആൻസർ ഓപ്ഷൻ എ കണിക്കൊന്ന. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി ആണ് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ? ആൻസർ ഓപ്ഷൻ ഡി 2ഉം 4ഉം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ പ്രാചീന മലയാളം ആദിഭാഷ തെറ്റാണ്. നമുക്കറിയാം ചട്ടമ്പി സ്വാമികളുടെ എന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന പ്രസിദ്ധവാക്യം ഉയർത്തി, അതും തെറ്റാണ്. അത് ശരിയാണ്. നെക്സ്റ്റ്, സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ അതാണ് തെറ്റായി വന്നത് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം. നെക്സ്റ്റ്, ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത്? ഇതാണ് വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. പിന്നെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം അല്ലേ? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അയ്യങ്കാളിയാണ്. ആൻസർ ഓപ്ഷൻ സി അയ്യങ്കാളി. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്?
ആൻസർ ഓപ്ഷൻ ബി ദൈവദശകം. താഴെ തന്നിരിക്കുന്നതിൽ പരസ്പരം ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 2ഉം ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. മാവിലത്തോട് വേലുത്തമ്പി ദളവ, അതുപോലെ തന്നെ മണ്ണടി പഴശ്ശിരാജ്, അതാണ് തെറ്റായിട്ടുള്ളത്. ക്വിറ്റ് ഇന്ത്യ കീഴയൂർ ബോംബ് കേസാണ്. മാപ്പിളലഹള, കാർഷിക മുന്നേറ്റം. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം 3ഉം 1ഉം. നെക്സ്റ്റ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏത്? ആൻസർ ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. കുളച്ചിൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറിയത്? ആൻസർ ഓപ്ഷൻ എ ഡിലനോയ്. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ആൻസർ ഓപ്ഷൻ സി ക്ഷയം. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ്? ആൻസർ ഓപ്ഷൻ ഡി ഓർഗനോയിഡ്. വായുമലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ലൈക്കനുകൾ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. എ ശരിയാണ്, ആർ തെറ്റാണ്. മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. ഓക്കെ, ആൺപൂവിലെ പരാഗരേണുക്കൾ പെൺപൂവിൻ്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. പെൺപൂക്കൾ വീഴുന്നത് എവിടെയാണ്? സ്റ്റിഗ്മയിലാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കല്യാൺ പൂക്കുടൻ. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിനം ഉറക്കത്തെയും ഉണരലിനെയും സാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി മെലാറ്റോണിൻ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ചിട്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ശരിയാണ്. കട്ടികൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ, അത് ശരിയാണ്. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ ഡി. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ബയോ റെമഡിയേഷൻ. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനമാണ്? ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ ബി പയർ. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സിലിക്കൺ. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ സി സിങ്ക്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജം? ഓപ്ഷൻ എ സ്ഥിതികോർജം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില? ആൻസർ ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ്. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എന്നത്? ആൻസർ ഓപ്ഷൻ ബി 746 വാട്ട്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി റേഡിയം. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ആൻസർ ഓപ്ഷൻ ബി സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ? ആൻസർ ഓപ്ഷൻ എ ഉൽപ്പതനം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് അല്ലേ വരുന്നത്? 2000 ഹെഡ്സ്. നെക്സ്റ്റ് കാർബൺ 12, കാർബൺ 30, കാർബൺ 40 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. ഇവയിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടുതലുമായിട്ടുള്ള കാർബൺ ഐസോടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കാർബൺ 12. നെക്സ്റ്റ് മാത്സ് ആണ്. 81ൻ്റെ ആൻസർ 3√2. 82 ഓപ്ഷൻ സി 39. 83 ഓപ്ഷൻ സി 20 ഡിഗ്രി. 84 ഓപ്ഷൻ ബി 1. 85 ഓപ്ഷൻ ബി 51. 86 ഓപ്ഷൻ എ 1/11/20. 87 ആൻസർ ഓപ്ഷൻ ഡി 40. 88 ഓപ്ഷൻ ബി 20%.
89 ഓപ്ഷൻ സി 63, 90 ഓപ്ഷൻ ബി 20, 91 ഓപ്ഷൻ ബി 37, 92 ഓപ്ഷൻ എ 4 കിലോമീറ്റർ തെക്ക്, 93 ഓപ്ഷൻ സി 120 ഡിഗ്രി, 94 ഓപ്ഷൻ ഡി 15, 95 ഓപ്ഷൻ ബി 13, 96 ഓപ്ഷൻ ഡി 21, 97 ഓപ്ഷൻ എ 2, 98 ഓപ്ഷൻ സി 3, ഓപ്ഷൻ സി 4, 100 ഓപ്ഷൻ ബി 43. ഓക്കെ, അപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.